നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 സെപ്റ്റംബർ മാസത്തെ ചോതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ല അനുകൂലമായ ഒരു മാസമാണ്. കാരണം ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ശുക്രൻ പഞ്ചമഹാപുരുഷത്തിലെ മാളവയോഗം ചെയ്ത് ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. നല്ല ഭക്ഷണം, വസ്ത്രം, യാത്രാസുഖം, സുഹൃത്തുക്കളുമായിട്ട് സമയം ചെലവഴിക്കാൻ സാധിക്കുക, നമ്മളെ വേണ്ടപ്പെട്ടവരുമായിട്ട് സമയം ചെലവഴിക്കാനായിട്ട് സാധിക്കുക, ബന്ധുഗുണം അനുഭവിക്കാനായിട്ട് ഇടവരിക. അപ്പോൾ എല്ലാവരുമായിട്ട് ഒരു കൂടിച്ചേരലിനൊക്കെ യോഗമുള്ളൊരു മാസമാണ്. വളരെ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്നൊരു മാസമാണ്. അതേപോലെ തന്നെ 10ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ചാരവശാൽ 10ൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചൊരു ടെൻഷൻ, ഭവന സംബന്ധമായിട്ട് കുറച്ച് പ്രശ്നം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗം ഉണ്ടെങ്കിലും മാളവ്യയോഗം ചെയ്ത് നിൽക്കുകയും അതേപോലെ വ്യാഴം അവിടെ പഞ്ചമഹാപുരുഷ യോഗത്തിലെ ഹംസായോഗം ചെയ്താണ് നിൽക്കുന്നത്. അതുകൊണ്ടും വലിയ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകാതെ ഈ മാസം സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള യോഗമുണ്ട്. പക്ഷേ ലാഭസ്ഥാനത്ത് സൂര്യനും കേതുവാണ് നിൽക്കുന്നത്. അപ്പോൾ ലാഭസ്ഥാനത്ത് കേതു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അതിൻ്റെ പ്രതിഫലം കിട്ടുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പ്രതിഫലം കിട്ടാതിരിക്കുകയോ അല്ലെ അനാവശ്യമായിട്ട് കുറച്ച് ചിലവ് വർദ്ധിക്കുന്നത് കാരണം കൊണ്ട് മിച്ചം കുറയുകയോ ചെയ്യാൻ യോഗമുള്ള ഒരു സമയമാണ്. അതേപോലെ തന്നെ കാലിൻ്റെ മുട്ടിന് താഴോട്ടുള്ള ഭാഗത്ത് ചിലപ്പോൾ വേദന, വിഷമങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് വേദന കൂടുന്ന രീതിയിലുള്ള രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗമാണ്. അതുപോലെ തന്നെ ചെറിയ കാര്യത്തിന് മാനസിക ടെൻഷൻ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. 5ാം ഭാവാധിപതി 6ൽ നിൽക്കുന്നത് കാരണം കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ, രോഗ പോലെ അല്ലെങ്കിൽ ഇല്ലാത്ത രോഗം ഉണ്ടോ എന്നുള്ള രീതിയിലുള്ള ഭീതി ഉണ്ടാകുക, മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. എന്നാൽ 12ാം ഭാവത്തിൽ മറഞ്ഞ ബുധനാണ്, ഭാഗ്യാധിപതി 12ലാണ്. വീട് വിട്ട് അന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് നല്ല ഭാഗ്യം അനുഭവിക്കാൻ കൂടി യോഗമുള്ളൊരു മാസമാണ്. അതുകൊണ്ടൊക്കെ തന്നെ സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ ഈ മാസത്തിൽ ഉണ്ടാകാൻ യോഗമുണ്ട്. എല്ലാ രീതിയിലുള്ള മാനസികമായ സന്തോഷവും കുടുംബ ഗുണവും അനുഭവിക്കാനായിട്ട് യോഗം കാണുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനുകൂലമായ സമയമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ സ്ഥാനക്കയറ്റം കിട്ടാനായിട്ട് യോഗമുണ്ട്. ഗവൺമെൻറ് ജോലിയിൽ നിയമനം കാത്തിരിക്കുന്നവർക്കൊക്കെ ഈ മാസത്തിൽ അത് കിട്ടാനുള്ള യോഗമാണ് കാണുന്നത്. എന്തായാലും വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കും ഭാഗ്യസൂക്ത അർച്ചനയും ചെയ്യുക. കാരണം 10ലെ വ്യാഴപ്പഴൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ നാഗദോഷം പരിഹാരം ചെയ്യണം. വിഷ്ണു ക്ഷേത്രം നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാട്, നാഗപൂജ ചെയ്യണം നാഗക്ഷേത്രത്തിൽ. അതുകൂടാതെ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. ചെറിയ ശത്രുദോഷത്തിൻ്റെ ദുരിതം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് സഹപ്രവർത്തകരുമായിട്ട്, വീടിന് സമീപത്തുള്ള വ്യക്തികളുമായിട്ട്, സുഹൃത്തുക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നുകൂടായികയില്ല, ചെറിയ ശത്രുദോഷം വന്നുകൂടായികയില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുകയാണെങ്കിൽ ഗണപതി ഹോമം ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാട്, പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ സാധിക്കുന്നതാണ്. എന്നാൽ ഭാഗ്യസ്ഥാനത്ത് നിവർത്തി സ്ഥാനാധിപതി നിൽക്കുന്ന ദാമ്പത്യ സംബന്ധമായിട്ട് ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണത്തിനും യോഗമുണ്ട്. അതുപോലെ തന്നെ നല്ല ബന്ധം, വിവാഹം അന്വേഷിക്കുന്നവർക്ക്, ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു മാസം കൂടിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഈ പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഗുണഫലങ്ങൾ ഈ മാസത്തിൽ ചോതി നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.